ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നൊരു സ്റ്റഡി വ്ളോഗ് ആട്ടോ, ഒരു ഈവനിങ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ടൈമൊക്കെ കിട്ടിയത്. ഇന്ന് ഞാൻ സബ്ജക്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ മാത്സാണ്. ട്യൂഷനിൽ എനിക്ക് എക്സാം ഉണ്ട് മാത്സിൻ്റെ. അപ്പോൾ ഞാൻ പഠിക്കുന്നത് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടമാത്ത സബ്ജക്റ്റ് ആയിരിക്കും ഈ മാത്സ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഹെയ്റ്റായിട്ടുള്ള വിഷയമായിരിക്കും. ചിലവർ കേട്ടോ, എല്ലാവരും തന്നെയല്ല. എന്തായാലും എനിക്ക് മാത്സ് എല്ലാവരും ഇഷ്ടപ്പെടുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയത്. അപ്പോഴാണ് നമുക്ക് പെട്ടെന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ വിജയപരി ബുക്ക് പോലെ മാത്സിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളെ സ്കൂളിൽ തന്നെ കിട്ടും കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്തതല്ല കേട്ടോ. എല്ലാവർക്കും കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ചിലരൊക്കെ ചോദിച്ചിരുന്നു മാത്സിന് ടിപ്പൊക്കെ പറയാൻ. അങ്ങനെ ടിപ്സ് ഒന്നും എന്നാൽ ഇനി ഇല്ല കേട്ടോ. ഞാനെപ്പോഴും മാത്സ് പഠിക്കുകയാണെങ്കിൽ അത് മാക്സിമം നമ്മൾ ചെയ്ത് കുറേ പ്രാവശ്യം ഈ ന്യൂസ് പ്രിൻസ് അല്ലേ, അത് നമുക്ക് കയ്യിൽ നിന്ന് കിട്ടും. അത് ഞാൻ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് പഠിക്കാറാണ്. എപ്പോഴും ചെയ്തിട്ടാണ് എപ്പോഴും പഠിക്കാറ്. അല്ലാതെ നേരമില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്സ് പഠിക്കാറ്. അല്ലാതെ വേറെ ടിപ്സ് പറഞ്ഞാൽ എൻ്റെ അറിവിലില്ല കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കുമെന്ന് വെച്ചാൽ നമ്മളൊരു ടൈമിങ് വെക്കണം കേട്ടോ. അതിന് ഒരു 2 hours നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടൈം വെച്ചിട്ട് നമ്മൾ പഠിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ഇതിൽ എത്ര പഠിക്കുന്നോ അത്ര പഠിക്കുക. അതായത് ഇന്ന് ഇത്ര വരേക്കും പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത്ര വരേക്ക് പഠിക്കുക. അതൊക്കെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് വെക്കുക ചെയ്യരുത്. ബിക്കോസ് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നാൽ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ അത് എടുക്കണം എന്നുള്ളൊരു ഇത് തോന്നൽ വരും. പക്ഷേ മാത്സ് എന്ന് പറഞ്ഞാൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസി ആട്ടോ. ചെയ്ത് പഠിക്കാൻ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്ത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചാൻ പറ്റും കേട്ടോ. പിന്നെയുള്ള ടഫ് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ കെമിസ്ട്രി, ഫിസിക്സ് ആണ്. ഇത് രണ്ടും വെച്ചാൽ എനിക്ക് ഭയങ്കര റിസ്ക് ആട്ടോ പഠിച്ചു തീരാൻ വേണ്ടി. ചിലവർക്ക് കേട്ടോ, ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞതെന്നുള്ളൂ. എന്നാലും കുറേ ആൾക്കാർക്ക് കെമിസ്ട്രി, ഫിസിക്സ് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. അതുപോലെ തന്നെ മാത്സ് തന്നെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതുപോലെ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് പ്രിൻ്റ് ചെയ്തു കേട്ടോ. എൻ്റെ കസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അവൾ കഴിഞ്ഞ കൊല്ലം 10ലായിരുന്നു, ഇപ്പോൾ +1ലാണ് കേട്ടോ. പിന്നെ ഞാനൊരു ഷോർട്ട് നോട്ട് പോലെ ന്യൂസ് പേപ്പറിൽ ബുക്ക് പോലെ ഉണ്ടാക്കിയിട്ടിട്ട് അതിൽ ഞാനിങ്ങനെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് എഴുതിയിട്ട് ഞാൻ അങ്ങനെയും പഠിക്കാറുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ക്ലാസ് കേൾക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഞാൻ ജസ്റ്റ് ഓൺലൈൻ ക്ലാസ്സും കേൾക്കാറുണ്ട് കേട്ടോ, ഒന്നുകൂടി നല്ലതൊന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.